ഹേ ഗൈസ് വാട്സാപ്പ് വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ ഓഫ് ഗൈസ്. അപ്പോൾ ഞാൻ ഇന്ന് കാണിക്കാൻ പോകുന്നത് പറഞ്ഞാൽ നമുക്ക് എങ്ങനെ ഒരു നല്ല ബെസ്റ്റ് ക്യാരക്ടർ സ്കിൽ കോംബോ, അപ്പോൾ നമുക്ക് നല്ല ക്യാരക്ടർ സ്കിൽ ഇട്ടാൽ നമുക്ക് എങ്ങനെ ടീം വൈപ്പ് ചെയ്യാൻ പറ്റും എന്നൊക്കെയാണ് നമ്മൾ കാണിക്കാൻ പോകുന്നത്. എല്ലാവർക്കും ഒരു ഇഷ്യൂ ആണ്, മെയിൻ ഇഷ്യൂ ആണ് ക്യാരക്ടർ സ്കിൽ കോംബോ. അതിപ്പം BR കളിച്ചാലും CS കളിച്ചാലും ഭയങ്കര പാടാണ്. എന്താ പറയുക, 1v4 1v3 അങ്ങനെ കളിക്കുമ്പോൾ ഭയങ്കര പാടാണ്. അപ്പം ബെസ്റ്റ് ക്യാരക്ടർ സ്കിൽ കോംബോ ആണ് അതിനകത്ത് മെയിൻ. പിന്നെ സെക്കൻഡ് വരുന്നതെന്ന് പറഞ്ഞാൽ സെൻസിറ്റിവിറ്റി ആണ്. അത് നമ്മൾ വേറൊരു വീഡിയോ കാണിക്കുന്നതായിരിക്കും സെൻസിറ്റിവിറ്റി കാര്യം. അപ്പം പ്രധാന പ്രശ്നം എന്ന് പറഞ്ഞാൽ നമ്മുടെ ക്യാരക്ടർ സ്കില്ലായിരിക്കും. ഇപ്പോൾ നമുക്ക് സ്നൈപ്പറിലായാലും 1v4 ആയാലും ക്ലാഷ് കോഡ് ആയാലും BR ആയാലും ഭയങ്കര പ്രശ്നമായിരിക്കും. അതാണ് ഞാൻ ഇന്ന് കാണിക്കാൻ പോകുന്നത്. ഫസ്റ്റ് നമ്മൾ ഇടാൻ പോകുന്നത് റഷറായിട്ട് ആക്റ്റീവായിട്ട് ഇടാൻ പോകുന്നത് ടക്സ് ചെയ്യണം. നല്ല സ്പീഡ് കിട്ടും, നമുക്ക് റഷ് ചെയ്ത് അടിക്കാൻ പറ്റും. സെക്കൻഡ് ആകുന്നത് കൈറോസിനാണ്. അവനെ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് നല്ല ഡാമും കൊടുക്കാൻ പറ്റും, നമുക്ക് EPയും കിട്ടും. തേർഡ് ഇടാൻ പോകുന്നത് പറഞ്ഞാൽ നൈറേനാണ്. നൈറേൻ ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ ഗ്ലൂ ഇടുമ്പോൾ HP കുറവാണെങ്കിൽ ഗ്ലൂ ഇട്ടാൽ മതി, അപ്പോൾ നമുക്ക് കുറച്ച് HP ഏറെ കിട്ടും. സെക്കൻഡ് അത് കഴിഞ്ഞിടാൻ പോകുന്നത് വൂൾഫറാണ്. വൂൾഫർ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് 1 ടാപ്പ് അവന്മാരടിക്കുന്ന അത്ര കയറത്തില്ല 1 ടാപ്പ്, അപ്പോൾ അവരടിക്കുന്ന കുറച്ച് ഡാമേജ് കുറഞ്ഞ് കിട്ടുമായിരിക്കും. നെക്സ്റ്റ് നമ്മൾ ഇടാൻ പോകുന്നത് സ്നൈപ്പറാണ്. സ്നൈപ്പർ ഞാൻ ഫസ്റ്റ് ആക്റ്റീവ് ക്യാരക്ടർ വയ്ക്കുന്നില്ല. ഫസ്റ്റ് ഇടാൻ പോകുന്നത് മോക്കോനാണ്. മോക്കോൻ ഇട്ട് കഴിഞ്ഞാൽ നല്ല എവിടെയാണ് എനിമി നിൽക്കുന്നത് നമുക്ക് മാർക്ക് ചെയ്താൽ പറ്റും. സെക്കൻഡ് മൊറോക്കോനെ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ഇംഗ്ലീഷ് നല്ല ഡാമേജ് കുറച്ച് കൂടും, അടിക്കുന്ന ഡാമേജ്. തേർഡ് ലൂണയാണെന്ന് പറഞ്ഞാൽ ഫയർ ചെയ്യുമ്പം ദൂരെ നിന്ന് ഫയർ ചെയ്യുമ്പോൾ ചിലപ്പോൾ ഒറ്റടിക്ക് ചാവും, ചിലപ്പോൾ ഡാമേജ് കൂടും, അങ്ങനെയുണ്ട്. പിന്നെ ലാസ്റ്റ് ഇടാൻ പോകുന്നത് റാഫേലിനൊക്കെ അറിയാലോ, നല്ല ഡാമും കിട്ടും, എല്ലാം ചെയ്യുന്നതാണ്. ഇനി നമുക്ക് ഇനി സെൻസിറ്റിവിറ്റി അങ്ങനെ പറ്റത്തില്ലെങ്കിൽ, എന്താ പറയുന്നത്, ക്യാരക്ടർ സ്കിൽ പറ്റത്തില്ലെങ്കിൽ നിങ്ങൾക്ക് മേളിൽ ഒരു സംഭവമുണ്ട് ഓപ്ഷൻ. അത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏതൊക്കെ രീതിയിൽ നിന്ന് അപ്ലൈ ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് ഈ ക്യാരക്ടർ സ്കിൽ വേണമെങ്കിൽ VBATCH ആൾക്കാരുടെ ക്യാരക്ടർ സ്കില്ലുണ്ട്, അത് വേണമെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാം. വേണമെങ്കിൽ നമുക്ക് സാധാ ഒഫീഷ്യലി ഇതാക്കുന്നത് അവർ പറയുന്നത്, നമുക്ക് ഗരീനക്കാർ പറയുന്നത് നമുക്ക് ക്യാരക്ടർ സ്കിൽ യൂസ് ചെയ്യാം. ചിലപ്പോൾ VBATCH പറയുന്ന ആൾക്കാരുടെ ക്യാരക്ടർ സ്കിൽ യൂസ് ചെയ്യാം. അങ്ങനെ കുറേ ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇപ്പം ഇതൊന്നും പറ്റുന്ന VBATCH ക്യാരക്ടർ സ്കിൽ യൂസ് ചെയ്യാം. അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് സബ്ബും ചെയ്യുവാണ്. ലൈക്ക് സബ്ബും ചെയ്യുക. സബ്ബ് നമ്മൾ ഒരു 44 സബ്ബായി. നമുക്ക് എങ്ങനെയെങ്കിലും ഒരു 50 സബ്ബ് അടിക്കുക. സെൻസിറ്റിയുടെ കാര്യം ഞാൻ അടുത്ത വീഡിയോ ഇടുമായിരിക്കും. അപ്പം സ്റ്റേ ട്യൂൺ ഗൈസ്, ബൈ സീ യു.